കോഴിക്കോട് കോംപ്രസ്ഡ് ഫാക്ടറിയോട് അവഗണന തുടർന്ന സംസ്ഥാന സർക്കാർ ബജറ്റിൽ പുനരുദ്ധാരണത്തിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാതായത് തൊഴിലാളികളെ നിരാശരാക്കിയിരിക്കുകയാണ്. 2009 ഫെബ്രുവരി 1 നഷ്ടക്കണക്കുകൾ നിരത്തി ഫാക്ടറി പൂട്ടുന്നത്. തുടർന്ന് നിരവധി സമരങ്ങൾ നടന്നു. ഒടുവിൽ പൂട്ടിയ അന്നു മുതലുള്ള എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് നൽകണമെന്നും സ്ഥാപനം ഉടനെ തുറന്നു പ്രവർത്തിക്കണമെന്നും 2017 ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ബില്ല് രാഷ്ട്രപതിക്ക് മുന്നിലെത്തുകയും ചെയ്തു. തുടർന്ന് കോംട്രസ്റ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചെങ്കിലും സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. 14 വർഷമായി കോംട്രസ്റ്റിൽ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകുന്ന ഭരണകക്ഷിയായ AITUC രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ബജറ്റിൽ നടപടി സ്വീകരിക്കാത്തത് തൊഴിലാളികളുടെ അവസാന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിന് മുമ്പ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ മന്ത്രി വിളിച്ചിരുന്നു. ആ യോഗത്തിൽ AITUCയുടെ സംസ്ഥാന സെക്രട്ടറി സർ KP രാജേന്ദ്രൻ ഈ വിഷയം ഉന്നയിക്കുകയും രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തു. അതിൽ വളരെ കൃത്യമായി കോംട്രസ്റ്റ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചും ഇതിൻ്റെ പുനരുദ്ധാരണത്തെ സംബന്ധിച്ചും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ബഡ്ജറ്റിൽ ₹1 പോലും വിലയിരുത്താതെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടത് സർക്കാർ കോംട്രസ്റ്റിനോട് കാണിക്കുന്ന അവഗണന തൊഴിലാളികളോട് മാത്രമല്ല കോഴിക്കോട്ടെ പൊതുസമൂഹത്തോടു കൂടിയാണെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. ജനം, കോഴിക്കോട്.